PSC വോയ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമം, അതിലുണ്ടായ ഭേദഗതി, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിവരാവകാശം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശം. വിവരാവകാശ നിയമം പാസാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാനിലുള്ള മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാസാക്കാൻ പ്രവർത്തിച്ച സംഘടന. പിവൈക്കുമാണ്. ഈ ഒരു സംഘടന സ്ഥാപിച്ചത് അരുണ റോയി ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിച്ചത് അരുണ റോയി ആണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയണോ? ഞങ്ങൾ ആ റിക്വസ്റ്റ് സ്വീകരിച്ച ഉടനെ വിവരം തന്നോളാം. സ്വീകരിക്കാൻ തയ്യാറായത് ആദ്യമേ സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കിയത് 2005 ജൂൺ 15. എന്നാൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഒക്ടോബർ 12 ആയത് നന്നായി. എന്തുകൊണ്ടാ? മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 അല്ലേ? വിവരാവകാശ നിയമം വന്നപ്പോഴോ 2005 ഒക്ടോബർ 12. അപ്പൊ ഡേറ്റ് രണ്ടും ഒന്നാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? അത് തമിഴ്നാടാണ്. രാജസ്ഥാൻ അല്ല, തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 1997 തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസാക്കി. പിന്നീട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നതാണ് 2005 ഒക്ടോബർ 12. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശത്തിന് അപേക്ഷ നൽകിയ വ്യക്തിയാണ് ഷാഹിദ് റാസ ബർനെ. പൂനെ പോലീസ് സ്റ്റേഷനിൽ ഷാഹിദ് റാസ ബർനെയാണ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശത്തിന് അപേക്ഷ നൽകിയത്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏത്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം. വിവരാവകാശ നിയമത്തിലെ പട്ടികകളുടെ എണ്ണം 2 2 ഷെഡ്യൂളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. സമയപരിധികളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പിഴ 250 രൂപയാണ്. കറക്റ്റായിട്ടുള്ള വിവരം സമയപരിധിക്കുള്ളിൽ പൗരന് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ അടയ്ക്കേണ്ട പിഴ തുകയാണ് 250 രൂപ. ഓരോ ദിവസം 250 വെച്ച് പരമാവധി പിഴ 25,000 രൂപ വരെയാണ്. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയും മാത്രമാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ളത്. പൗരനൊരു വിവരം അറിയണമെങ്കിൽ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയിരിക്കുന്നതെങ്കിൽ 35 ദിവസത്തിനുള്ളിലും മറുപടി ലഭിക്കണം. അപ്പൊ അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അഥവാ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷർക്കോ നൽകാം. മറുപടി നൽകേണ്ട സമയപരിധി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിലാണ് കൊടുത്തതെങ്കിൽ 30 ദിവസം, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസം. ഇനി വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള വിവരം എളുപ്പം നമുക്ക് കിട്ടേണ്ട വിവരമാണെങ്കിൽ അതിന് കിട്ടേണ്ട സമയപരിധി 48 മണിക്കൂറാണ്. വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ വിവരം നൽകേണ്ട സമയപരിധി 48 മണിക്കൂറാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി അപ്പീൽ നൽകേണ്ടത് പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. നമുക്കിപ്പോൾ മറുപടി ലഭിച്ചില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കിട്ടിയ മറുപടിയിൽ നമുക്ക് തൃപ്തിയായില്ല. അപ്പൊ മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ആദ്യ അപ്പീൽ നൽകേണ്ടത്. ആദ്യ അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒന്നാം അപ്പീൽ നൽകണം. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ആണ്. ഇത് 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം.
അപ്പോൾ ഒന്നാം അപ്പീലാണെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥന് 30 ദിവസത്തിനുള്ളിൽ നൽകിയിരിക്കണം. അവിടുന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ രണ്ടാം അപ്പീല് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന് അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. വിവരാവകാശ ഭേദഗതി നിയമം 2019. അപ്പൊ 2005 ഒക്ടോബർ 12 വന്ന വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് 2019 ലോകസഭയിൽ വിവരാവകാശ ഭേദഗതി നിയമം അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. 2019 ജൂലൈ 19 ഇത് ലോകസഭ പാസാക്കിയത് ജൂലൈ 22. 3 ദിവസം കഴിഞ്ഞാണല്ലേ 20, 21, 22. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ജൂലൈ 25 ആയപ്പോൾ രാജ്യസഭ പാസാക്കി. ഐശ്വര്യമായിട്ട് ഓഗസ്റ്റ് 1 രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെച്ചു. അപ്പൊ രാഷ്ട്രപതി വിവരാവകാശ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. മനുഷ്യാവകാശം എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 2. 1 വിവരാവകാശ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചു. 2 അപ്പോൾ മനുഷ്യാവകാശത്തിന്റെ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചു. അപ്പൊ അതും നമുക്ക് അങ്ങനെ ഓർത്തു വെക്കാം അല്ലെ. രാഷ്ട്രപതി വിവരാവകാശ ഭേദഗതി നിയമം ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. മനുഷ്യാവകാശമാണെങ്കിൽ അത് ഓഗസ്റ്റ് 2 ആകും. ക്ലിയർ ആയല്ലോ. അപ്പൊ വിവരാവകാശ ഭേദഗതി നിയമം 2019 ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2019 ജൂലൈ 19, ലോക്സഭ പാസാക്കിയത് ജൂലൈ 22, രാജ്യസഭ പാസാക്കിയത് ജൂലൈ 25, രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 1. ഭേദഗതി നിയമത്തിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ: മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും അംഗങ്ങളുടെയും കാലാവധി, ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ ഇനി എല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും. അപ്പൊ ഇപ്പോൾ ഉള്ള കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമാണ്. വിവരാവകാശ കമ്മീഷണർ കാലാവധി 3 വർഷമാണ്. മനുഷ്യാവകാശത്തിന്റെ അത് തന്നെയാണ് അല്ലേ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പൊ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാക്കി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രം ശമ്പളം 2,50,000. ബാക്കിയുള്ളവർക്ക്, അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുണ്ട്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുണ്ട്, സംസ്ഥാനത്തെ മറ്റ് കമ്മീഷണർമാരുണ്ട്. ഇവർക്കെല്ലാവർക്കും ശമ്പളം 2,25,000. അപ്പൊ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രം 2,50,000. കൃത്യമായ വിവരം നൽകുന്നതിന് വീഴ്ച വന്നതിനെ തുടർന്ന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കറക്റ്റായിട്ടുള്ള വിവരം കൊടുക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. നിങ്ങൾ ഫോണിലൂടെ ചോദിച്ചോളൂ വിവരം, ഞങ്ങൾ ഉത്തരം പറഞ്ഞോളാം എന്ന് പറഞ്ഞ ആ ഒരു സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഏത്? ഇത് മൊത്തം കാണാപ്പാടും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലഭ്യമാകാത്ത വിവരങ്ങൾ ഏത് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതെല്ലാമാണ്? ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം ഒരു വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭ്യമാകുന്ന വിവരങ്ങളാണ്. കേന്ദ്ര ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അഴിമതിയോ മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെയോ അനുമതിയോടെ നൽകാവുന്നതാണ്. ഇനി നൽകാൻ പാടില്ലാത്ത വിവരങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 8 വിവരാവകാശവുമായി ബന്ധപ്പെട്ട് 2 ഷെഡ്യൂൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആ നിയമത്തിലെ സെക്ഷൻ 8 എക്സംഷൻ, അതായത് ചില വിവരങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ട്രേഡ് സീക്രട്ടുകൾ, കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ സോവറിനിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ, കോടതിയുടെ പരിഗണനയിലുള്ളവ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലുള്ള പേപ്പറുകൾ, ക്യാബിനറ്റ് പേപ്പറുകൾ, ഒരു വ്യക്തിയുടെ ജീവനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സേഫ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന പോലുള്ള വിവരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വിദേശ ഗവൺമെന്റുമായിട്ടൊക്കെ ഉള്ള
കുറച്ച് രഹസ്യ വിവരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വെളിപ്പെടുത്തേണ്ടതില്ല. ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി അഫക്റ്റ് ചെയ്യുന്ന വിവരങ്ങൾ, കോടതിയുടെ പരിഗണനയിലുള്ളവ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രോസസ്സിലുള്ള പേപ്പറുകൾ, ട്രേഡ് സീക്രട്ടുകൾ, കൊമേഴ്ഷ്യൽ കോൺഫറൻസ്, മറ്റ് ഫോറിൻ ഗവൺമെന്റുമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഒരു വ്യക്തിയുടെ ജീവനെയോ മറ്റെന്തെങ്കിലോ ബാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ പൗരന് ലഭ്യമാകുന്നതല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 8 എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫോർമേഷൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 സെക്ഷൻ 8 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പറഞ്ഞ 5-അംഗ ബെഞ്ചിന്റെ തലവനാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും. മറക്കരുത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പറഞ്ഞ 5-അംഗ ബെഞ്ചിന്റെ തലവനാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. അപ്പൊ ഇനി നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഓൾറെഡി പറഞ്ഞു 2005 ഒക്ടോബർ 12. അംഗസംഖ്യ 11. അതായത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത കമ്മീഷണർമാരും ചേരുന്ന, അതായത് 11 പേരാണ് അംഗസംഖ്യ. കുറേ വിവരങ്ങളൊക്കെ തപ്പിയെടുക്കണ്ടേ, അപ്പോൾ ഒത്തിരി ആൾക്കാർ വേണം ഓർക്കുക. 11 ആണ് അംഗസംഖ്യ. മനുഷ്യാവകാശമാണെങ്കിൽ അവിടെ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? വിവരാവകാശം വന്നപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, രണ്ടിലും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫോർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും. ഇതിന്റെ ആസ്ഥാനം CIC ഭവനാണ്, സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ ഭവൻ. CIC ഭവനാണ് വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ഇവരെ നിയമിക്കുന്നത്, രാജിക്കത്ത് നൽകുന്നത്, ഇവരെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് എല്ലാം പ്രസിഡന്റ് ആണ്. അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അംഗസംഖ്യ 11. ആസ്ഥാനം CIC ഭവനാണ്. മുൻപ് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിനെ CIC ഭവൻ ന്യൂഡൽഹി എന്നാണ് പറയുന്നത്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വിവരാവകാശ കമ്മീഷണർമാരും മുഖ്യ വിവരാവകാശ കമ്മീഷണറും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പാകെ. ഇവരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റിനാണ്. ഇവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതും പ്രസിഡന്റിനാണ്. ഇനി എങ്ങനെയാണ് ഇവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പറ്റുന്നത്? കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം തെളിയിക്കപ്പെട്ട ദുർവൃത്തി അല്ലെങ്കിൽ അപ്രാപ്തി എന്നിവ ഉണ്ടെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. ഇവരുടെ ശമ്പളം നിർണ്ണയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്താ തീരുമാനിച്ചിരിക്കുന്നത്? മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രം 2,50,000. ബാക്കി കമ്മീഷണർമാർക്കും സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കും മറ്റ് കമ്മീഷണർമാർക്കും എല്ലാം 2,25,000 കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. രണ്ടാമത്തെ വ്യക്തിയുടെ പേരാണ് AN തിവാരി. രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ AN തിവാരിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്ധു. നാലാമത്തെ ആളായിരുന്നു കേട്ടോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. അതിന് തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തെ വനിതയായിട്ട് വന്നത് സുഷമ സിംഗുമാണ്. 4 പേരുടെ പേരും ഇമ്പോർട്ടന്റ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ വ്യക്തിയുടെ പേര് AN തിവാരി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു. രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. ഇനി നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ 12ാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരലാൽ സാമരിയ. ഹീരലാൽ സാമരിയ. വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ഒരു 3-അംഗ സമിതിയാണ്. ആ സമിതിയിൽ ആരൊക്കെയുണ്ടെന്നറിയോ? പ്രധാനമന്ത്രിയുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. അപ്പൊ 11 പേരുള്ള ഈ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ 3 പേരുള്ള ഒരു സമിതി മാത്രമുള്ളൂ അല്ലേ? നമ്മൾ മനുഷ്യാവകാശത്തിൽ പറഞ്ഞ എന്താ? 6 അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ഒരു 6-അംഗ സമിതിയുണ്ട്. പക്ഷെ ഇവിടെയോ വിവരാവകാശത്തെ വിവരം തപ്പിയെടുക്കാൻ ഒത്തിരി ആൾക്കാർ വേണം. അതുകൊണ്ട് ഇവിടെ അംഗസംഖ്യ 11 ആണ്. പക്ഷേ ഈ 11 പേരെ തിരഞ്ഞെടുക്കുന്നത് 3 പേര് മാത്രമുള്ളൊരു സമിതിയാണ് കേട്ടോ. അതിൽ ആരൊക്കെ വരും? പ്രധാനമന്ത്രി വരും,
ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇതുപോലെ തന്നെ സംസ്ഥാനത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരായിരിക്കും? അവിടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടാകും, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ടാവും അല്ലെ. ഓക്കെ, അത് നമുക്ക് നോക്കാം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷ ഫീസ് 10 രൂപ. 10 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് കൊട്ടിച്ചാണ് നമ്മൾ വിവരാവകാശത്തിനുള്ള അപേക്ഷ വെക്കുന്നത് അല്ലേ. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി നൽകേണ്ട അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ഇനി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് നൽകേണ്ടതില്ല. A4 സൈസ് പേപ്പറിൽ വിവരം ലഭിക്കുന്നതിന് പേജിന് 3 രൂപ. നേരത്തെ 2 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ A4 സൈസ് പേപ്പറിൽ വിവരം ലഭിക്കുന്നതിന് 3 രൂപ കൊടുക്കണം. ഇനി വലിയ പേജുകൾക്കാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ചെലവ്. CD അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡിലാണ് വിവരം ലഭിക്കേണ്ടതെങ്കിൽ 75 രൂപയാണ്. നേരത്തെ 50 രൂപയായിരുന്നു, ഇപ്പം 75 രൂപ കൊടുക്കണം. അപ്പോൾ A4 സൈസ് പേപ്പറിൽ വിവരം അറിയാൻ 3 രൂപയും CD പോലെയുള്ള മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡിലാണ് വിവരം ലഭിക്കേണ്ടതെങ്കിൽ 75 രൂപയുമാണ്. വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യ 1 മണിക്കൂർ സൗജന്യം, പിന്നെ തുടർന്നുള്ള ഓരോ 30 മിനിറ്റും 10 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ 10 രൂപ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസില്ല, A4 സൈസ് പേപ്പർ ആണെങ്കിൽ പേജിൽ 3 രൂപ, CD പോലുള്ള മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡിലാണെങ്കിൽ 75 രൂപ, വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യമാണ്, പിന്നീടുള്ള ഓരോ 30 മിനിറ്റും 10 രൂപ നൽകണം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. അപ്പോൾ വർഷം സെയിം തന്നെയാണ്. 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഇവിടെയും അംഗങ്ങളുടെ എണ്ണം 11. കമ്മീഷണർ ഉൾപ്പെടെ 11 പേരാണ്. നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണറാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപാകെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത്, അങ്ങനെ വരുമ്പോൾ നമുക്കത് രാഷ്ട്രപതിയായിട്ട് തോന്നും, പക്ഷെ ഗവർണർ തന്നെയാണ് കേട്ടോ. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും ഗവർണർ തന്നെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്, നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. ഇവര് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് മുമ്പാകെ ഗവർണർ തന്നെയാണ് കേട്ടോ. ഇനി ഈ 3 അംഗ സമിതി നമുക്ക് നോക്കാം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതി. മുഖ്യമന്ത്രി, അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. എളുപ്പമാണ് അല്ലെ. കേരളത്തിന്റെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. മാറിപ്പോകരുത്, കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യമേ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ളയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിൽ 2 ഉണ്ടാകും. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. കേരളത്തിന്റെ പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. ഇപ്പൊ ഇദ്ദേഹം ഒരു കർഷകനൊക്കെയാണ്. പാലാട്ട് മോഹൻദാസ്. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെങ്കിൽ ഹീരലാൽ സാമരിയ. നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെങ്കിൽ വി ഹരിനായർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള എല്ലാ PYQും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നമ്മൾ പഠിച്ചു, സംസ്ഥാന വിവരാവകാശ കമ്മീഷനും പഠിച്ചു. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ക്ലാസ് കേട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്